എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ SCRT റിവിഷൻ സീരീസ് ആണ്. നമ്മൾ ദിവസവും 10 ചോദ്യം SCRT ബേസ് ചെയ്തുകൊണ്ട് LDC സിലബസ് പ്രകാരമുള്ള 10 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഓപ്ഷനിൽ അനുബന്ധ വിവരങ്ങളുണ്ടെങ്കിൽ അതും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടായി എന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809 ജനുവരി 11 എന്ത് കുണ്ടറ വിളംബരം നടത്തിയത്. 1809 ജനുവരി 11 ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് എന്ത് കുണ്ടറ വിളംബരം നടത്തിയത്. അപ്പോൾ കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. വർഷം 1809 ജനുവരി 11 എവിടെ വെച്ചിട്ടാണ്? ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത്. അപ്പോൾ കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നടത്തിയത് വേലുത്തമ്പി ദളവ, വർഷം 1809 ജനുവരി 11, ഇളമ്പല്ലൂർ ക്ഷേത്രം. ഈ 3 കാര്യങ്ങൾ നമ്മൾ കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. എന്നറിയാം, ബ്രിട്ടീഷുകാർ പിടിക്കപ്പെടുമെന്ന അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ചെയ്ത സ്ഥലം ഏതാണ്? മണ്ണടിയാണ്. മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ചാണ് ആര്? വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത്. മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ചാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത്. ഇതിൽ ഓപ്ഷൻ ബി ഇളമ്പല്ലൂർ എന്താണ്? ഇളമ്പല്ലൂർ നമ്മൾ പറഞ്ഞു കുണ്ടറ വിളംബരം നടത്തിയ ക്ഷേത്രമാണ് എന്ത് ഇളമ്പല്ലൂർ ക്ഷേത്രം. അപ്പോൾ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം മണ്ണടിയാണ്. ഈ ആത്മഹത്യ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണൻമൂലയിലാണ്. നമ്മൾ മുൻ വീഡിയോകളിൽ വിശദമായിട്ട് കണ്ണൻമൂലിനെ കുറിച്ച് പറഞ്ഞു. കണ്ണൻമൂലയുടെ മറ്റൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞു, ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലവും എന്താണ്? കണ്ണൻമൂലയാണ്. കൊച്ചിയുടെയും തിരുവിതാംകൂറിൻ്റെയും സംയുക്ത സൈന്യം ആക്രമിച്ചത് ഏത് ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയാണ്? നമുക്കറിയാം, കൊച്ചിയുടെ സൈന്യം എന്ന് പറയുമ്പോൾ പാലിയത്തച്ഛൻ്റെ സൈന്യവും വേലുത്തമ്പി ദളവയുടെ തിരുവിതാംകൂർ സൈന്യം എന്ന് പറയുമ്പോൾ വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിൽ. അപ്പോൾ വേലുത്തമ്പി ദളവയുടെയും പാലിയത്തച്ഛൻ്റെയും നേതൃത്വത്തിൽ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതി ആക്രമിച്ചു. ഏത് ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയാണ് ആക്രമിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മെക്കാളെ പ്രഭുവിൻ്റെ ഔദ്യോഗിക വസതിയാണ് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചത്. നമുക്കറിയാം, തിരുവിതാംകൂറിലും കൊച്ചിയിലും ബ്രിട്ടീഷുകാർ നേരിട്ടുള്ള ഭരണമായിരുന്നില്ല, റെസിഡൻറ്റ് ഭരണമായിരുന്നു എന്ന് നമ്മൾ മുൻ വീഡിയോയിലെ ചോദ്യങ്ങളിൽ പഠിച്ചതാണ്. അപ്പോൾ അവിടുത്തെ തിരുവിതാംകൂറിലെ റെസിഡൻ്റ് ആയിരുന്ന മെക്കാളെ പ്രഭുവിൻ്റെ ഔദ്യോഗിക വസതിയാണെന്ത് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചത്. ആത്മഹത്യ ചെയ്ത വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിയത് എവിടെയാണ്? നമ്മൾ നേരത്തെ അനുബന്ധമായിട്ട് പറഞ്ഞ കാര്യമാണ്, ഒന്നുകൂടി റിപ്പീറ്റ് പറയാണ്. ആത്മഹത്യ ചെയ്ത വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിയത് എവിടെയാണ്? കണ്ണൻമൂലയിലാണ്. ഓപ്ഷൻ സി കണ്ണൻമൂലയിലാണ്. ഓപ്ഷൻ എയുടെ പ്രത്യേകത, മണ്ണടിയുടെ പ്രത്യേകത എന്താണ്? മണ്ണടിയിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ചാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അത് ആത്മഹത്യ ചെയ്തതിന് ശേഷം അരിശം തീരാത്ത ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മൃതശരീരം കണ്ണൻമൂലയിൽ കെട്ടിത്തൂക്കി. ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടത്തിയ ക്ഷേത്രമാണ് ഇളമ്പല്ലൂർ ക്ഷേത്രം. പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് എവിടേക്കാണ്? പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് മദ്രാസിലേക്കാണ്. മദ്രാസിലേക്ക് ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ നാട് കടത്തി. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തു. പാലിയത്തച്ഛനെ എന്ത് ചെയ്തു? മദ്രാസിലേക്ക് നാട് കടത്തി. അപ്പോൾ പാലിയത്തച്ഛനെ നാട് കടത്തിയത് മദ്രാസിലേക്കാണ്. പാലിയത്തച്ഛൻ ആരായിരുന്നു? കൊച്ചിയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? പാലിയത്തച്ഛൻ. അദ്ദേഹത്തെ മദ്രാസിലേക്കാണ് ബ്രിട്ടീഷുകാർ നാട് കടത്തിയത്. ബ്രിട്ടീഷുകാർ ഭരണ നിയന്ത്രണം ഏറ്റെടുത്തോടെ വന്ന മാറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? അപ്പോൾ ബ്രിട്ടീഷുകാർ ഭരണ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്തപ്പോൾ ചില മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് എന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1,
ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലക്ക് കൈക്കലാക്കി. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ചുരുങ്ങിയ വിലക്ക് കൈക്കലാക്കി. അവരുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലക്ക് ഇവിടെ വിറ്റഴിച്ചു. ബ്രിട്ടീഷുകാരുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലക്ക് ഇവിടെ വിറ്റഴിച്ചു. ആ സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ഉണർന്നു. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ഉണർന്നു. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇത് തെറ്റാണ്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ എന്താ ഉണ്ടായത്? തകർന്നു. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ബ്രിട്ടീഷുകാർ ഭരണ നിയന്ത്രണം ഏറ്റെടുത്തോടുകൂടി തകർന്നു. വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിച്ചു. വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിച്ചു. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിച്ചു. കാരണം ഇവിടുന്ന് സാധനങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. അതോടെ വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിച്ചു. പക്ഷെ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്തു? തകർന്നു. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റിൽ ഓപ്ഷൻ സി ആണ് എന്ത്? തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ഉണർന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പകരം എന്താണ്? ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്നു എന്നതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലക്ക് ബ്രിട്ടീഷുകാർ കൈക്കലാക്കി. അതുപോലെ അവരുടെ നാട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്തു? ഉയർന്ന വിലക്ക് ഇവിടെ വിറ്റഴിച്ചു. നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ അവർ തകർത്തു. വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിച്ചു. അതായത് ഇവിടുന്ന് കയറ്റുമതി വൻതോതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? ബ്രിട്ടീഷ് ഭരണ നിയന്ത്രണം ഏറ്റെടുത്തോടുകൂടി വന്ന മാറ്റങ്ങൾ. അപ്പോൾ ഇതിലെ സ്റ്റേറ്റ്മെന്റ് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്നു എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു? ഉണർന്നു എന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദ്യങ്ങൾ വരിക. അപ്പോൾ നമ്മൾ വരികൾക്കിടയിലൂടെ നല്ലോണം വായിച്ചിട്ട് മാത്രമേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചോദ്യം ശ്രദ്ധിക്കണം. ശരിയല്ലാത്ത പ്രസ്താവന എന്നാ കൊടുക്കുക. തെറ്റായ പ്രസ്താവന എന്ന് കൊടുക്കുന്നതിന് പകരം ശരിയല്ലാത്ത പ്രസ്താവന. അപ്പോൾ നമ്മൾ ആ പരീക്ഷൻ്റെ ടെൻഷനിൽ ശരിയല്ലാത്ത എന്ന് വായിക്കുമ്പോൾ നമുക്കത് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് തോന്നും. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായം ആരംഭിച്ചത് ആരാണ്? ഏത് വിദേശികളാണ് ഇന്ത്യയിൽ ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായം ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും ആരംഭിച്ചത്. പോർച്ചുഗീസുകാരും ഡച്ചുകാരുമല്ല, ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും ആരംഭിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും ആരംഭിച്ചത്. ബേപ്പൂർ മുതൽ തിരൂർ വരെ കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻ ഓടിയ വർഷം. ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത്. ആ വർഷം ഏതാണ്? 1863. ഓപ്ഷൻ ബി ആണ് 1863. ഇതിൽ ഓപ്ഷൻ എ 1853. ഈ വർഷത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണ്? ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയ വർഷമാണ് 1853. ബോംബെ മുതൽ താനെ വരെ ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയ വർഷമാണ് 1853. കറക്റ്റ് ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയതിന് 8 വർഷങ്ങൾക്ക് ശേഷം 1861 കേരളത്തിൽ ബേപ്പൂർ മുതൽ തിരൂർ വരെ കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻ ഓടിയത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ ഓടിയതിന് 8 വർഷത്തിന് ശേഷം കേരളത്തിലും ആദ്യമായിട്ട് ട്രെയിൻ ഓടി. ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ ഓടിയത് 1853. ബോംബെ മുതൽ താനെ വരെയാണെങ്കിൽ കേരളത്തിൽ 1861. ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് ആദ്യത്തെ ട്രെയിൻ ഓടിയത്. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ടി.എൽ. സ്ട്രേഞ്ച്, വില്യം ലോഗൻ, H.V. കനോലി ഇവരാരുമല്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്. വില്യം ലോഗനാണ്. പക്ഷേ ടി.എൽ. സ്ട്രേഞ്ചിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ആദ്യമായി വന്ന കമ്മീഷൻ ആരാണ്? ടി.എൽ. സ്ട്രേഞ്ച് കമ്മീഷനാണ് മാപ്പിള കലാപങ്ങളെക്കുറിച്ച് ആദ്യമായി അന്വേഷിക്കാൻ വന്ന കമ്മീഷൻ. പക്ഷേ അവരുടെ റിപ്പോർട്ട് എന്താണ്? റിപ്പോർട്ടിലൊരു തൃപ്തി വരാത്തത് കൊണ്ടാണ് രണ്ടാമതൊരു കമ്മീഷൻ അയച്ചത്. അതാണെന്ത്? വില്യം ലോഗൻ കമ്മീഷനാണ് മാപ്പിള കലാപങ്ങളുടെ യഥാർത്ഥ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണെന്നും കർഷകരും ഭൂജന്മികളും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഒരു കലാപങ്ങൾക്ക് കാരണമെന്ന് വ്യക്തമായി അതിന് കണ്ടെത്തി വിശദീകരിച്ചതാരാണ്? വില്യം ലോഗനാണ്. വില്യം ലോഗൻ എഴുതിയ ബുക്കാണ് മലബാർ മാനുവൽ എഴുതിയത് വില്യം ലോഗനാണ്. ഈ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് വിശദമായി പറയുന്ന ഒരു പുസ്തകമാണെന്ത്? മലബാർ മാനുവൽ എന്നുള്ളത്. അപ്പോൾ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിച്ച്
കൃത്യമായ റിപ്പോർട്ട് നൽകിയത് വില്യം ലോഗനാണ്. ടി.എൽ. സ്റ്റേഞ്ചിൻ്റെ പ്രത്യേകത എന്താണ്? ആദ്യമായി വന്ന കമ്മീഷനാണ് എന്ത്? ടി.എൽ. സ്റ്റേഞ്ച് കമ്മീഷൻ. എച്ച്.വി. കനോലിയുടെ പ്രത്യേകത എന്താണ്? ലഹളക്കാർ കൊലപ്പെടുത്തിയ മലബാർ മജിസ്ട്രേറ്റ് ആണ് ആര്? എച്ച്.വി. കനോലി. എച്ച്.വി. കനോലി ആരാണ്? കനോലി പ്ലോട്ട് ഉണ്ടാക്കിയ ആളാണ്. അതുപോലെ തന്നെ കലാപകാരികൾ കൊലപ്പെടുത്തിയ മലബാർ മജിസ്ട്രേറ്റ് ആണ് ആര്? എച്ച്.വി. കനോലി. അപ്പോൾ ഈ 3 പേരുകളും എന്താണ്? മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ഏകദേശം മാപ്പിള കലാപങ്ങൾ ഒരു 50ഓളം കലാപങ്ങൾ എന്ന് ശ്രീധരമേനോൻ്റെ കേരള ചരിത്രത്തിൽ പറയുന്നുണ്ട്. ചില ബുക്കുകളിൽ അതൊരു 30 കലാപം, എന്തായാലും ഏകദേശം അത്രത്തോളം കലാപങ്ങൾ ഏകദേശം ഈ മാപ്പിള കലാപങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കലാപമായിരുന്നു എന്ത്? 1921 കലാപം. മലബാർ മാപ്പിള കുടിയായ്മ നിയമം പാസാക്കിയ വർഷം 1929 മലബാർ കലാപം നടന്ന, അതായത് 1921 കലാപം നടന്ന് 8 വർഷത്തിന് ശേഷമാണ് എന്ത്? മലബാർ മാപ്പിള കുടിയായ്മ നിയമം പാസാക്കിയത്. ഇതിന് കാരണമായത് വില്യം ലോഗൻ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ്.